നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുക കേട്ട് കഴിഞ്ഞിട്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, ഇനിയും പക്ഷേ ഈ പൈസ കൊടുത്ത് അത് ഇനിയൊന്നും മേടിക്കേണ്ടി വരത്തില്ല, നമുക്ക് വേണ്ടി എല്ലാം റിലീസ്. ഞാൻ കുമളിയിൽ ഒരു കല്യാണത്തിന്, അതുകൂടെ പറഞ്ഞു നിർത്താം. കല്യാണത്തിന് ഞങ്ങൾ രണ്ടുകൂടെ പോയി. എന്നോട് സജിനി പറഞ്ഞു നമുക്ക് തേക്കടി കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞു. സജിനി കുളിക്കാൻ ലേറ്റായി, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു വേറെ പ്ലാനുണ്ടെന്ന്. എന്തോ പ്ലാന്? തേക്കടി കണ്ടില്ല. ഞാൻ അവിടെ ഈ വെള്ളയും കൊടുത്ത് അവിടെ ഒരു കസേര ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് കളക്ടർ അവിടുത്തെ ഒരു എസ്റ്റേറ്റ് മുതലാളി അവിടെ പറഞ്ഞു വിട്ടു, സാമച്ചം പാഷ ആ റിസോർട്ടിലുണ്ട്, പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാൻ പറഞ്ഞു. അദ്ദേഹം വിശ്വാസിയല്ല, കാത്തിരിക്കും. പാഷയുടെ അടുത്ത ജന്മനാട് കേട്ടോ, ചേരാനല്ലൂര്. അദ്ദേഹം അവിടെ വന്ന് എന്നോട് പറഞ്ഞു പാഷാന്നോ നമസ്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമസ്തേ. എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോണ്ടെന്നോ പറഞ്ഞു നിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ ദൈവം മിറക്കിൾ ചെയ്യുന്ന, ഒരു കൊറിയിൽ ദൈവം അത്ഭുതം ചെയ്യാം. രണ്ട് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ ആ വലിയ പ്രശ്നമുള്ള ഇദ്ദേഹം ഈ ബിനാമി ഈ കാലയളവിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ ഏക്കർ വേറൊരാൾ വെയിലം എഴുതി കൊടുത്തു. അപ്പോൾ അത് തിരിച്ചു കിട്ടത്തില്ല, വലിയ പ്രശ്നം. വേറെടുത്ത് 100 ഏക്കർ കിടപ്പുണ്ട് ഏലം. ഞാൻ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ ആ വസ്തുവിൽ പോയി, ഞങ്ങളെല്ലാം കൂടെ പോയി ആ വസ്തുവിൽ പോയി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് റോഡിലോട്ട് കയറിയപ്പോൾ ഒരു ഫോൺ ഈ എഴുതി കൊടുത്ത ബിനാമി വിളിച്ചിട്ട് പറയാ നാളെ രജിസ്ട്രേഷനാ തിരിച്ചെഴുതി തരുക. ഞങ്ങൾ ആ കാറിരുന്ന് കരഞ്ഞു. പിന്നെ തിരിച്ചെല്ലാം വന്ന് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പാഷയുടെ ആ മിലേക്ക് പ്രയർ ടവറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പാഷയുടെ സെക്രട്ടറി പയ്യൻ രാജ കാണിച്ചെന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഇതെല്ലാം നടന്നു. ആണേ പറഞ്ഞു ഒരു 19.5 സെന്റ് സ്ഥലം ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കുരിശുമലയുടെ മേളിൽ ഉണ്ട്, അത് ഇതിനു വേണ്ടി ഞാൻ എഴുതി തന്നേക്കാം. ഞാനിത് പറയാൻ കാര്യം ഇത് റിലീസ് ചെയ്യുക നമ്മുടെ അനുഗ്രഹം. ആമേൻ. സ്വോത്രം 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 സ്വോത്രം. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടാൻ പോവാ, എല്ലാവർക്കും കിട്ടാൻ പോവാ. ഹല്ലേലൂയ. ശക്തിയോടെ നമുക്കത് വിശ്വസിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യവും ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം റിലീസ് ചെയ്യാൻ പോവാ. നമ്മളെ വായികണ്ടെന്ന് പറഞ്ഞ റിലീസിങ് ചെയ്യാം. ഒരു ഭയങ്കര അനുഗ്രഹം നമ്മളിലേക്ക് ആമേൻ കർത്താവ് റിലീസ് ചെയ്യുകയാണ്. ഈ നമ്മുടെ വാഗൊണ്ട് പറയുമ്പോൾ തന്നെ അത് റിലീസ് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗരങ്ങളെ ഞാൻ സംസാരിക്കുമ്പോൾ